കേരള ഗ്രാമീൺ ബാങ്ക് അഥവാ KGBയുടെ നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ATM കാർഡിൻ്റെ പിന്ന് അഥവാ ആ 4 അക്ക പാസ്വേഡ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ KGBയുടെ തന്നെ ATMൽ പോയിട്ട് മാറ്റാവുന്നതാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന KGBയുടെ ATM കാർഡിൻ്റെ ആ 4 അക്ക പിന്ന് ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ പിന്ന് ഉപയോഗിക്കാൻ പേടിയായിരിക്കും. കാരണം അവർ ഈ ATM കാർഡ് കൊണ്ടുപോയിട്ട് നമ്മുടെ ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ക്യാഷ് എങ്ങാനും വിഡ്രോ ചെയ്താൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ATM കാർഡിൻ്റെ പിന്ന് മറ്റൊരാൾ അറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ പിന്ന് മാറ്റുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അത് KGBയുടെ ATMൽ തന്നെ പോയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പിന്ന് മാറ്റാവുന്നതാണ്. ഒരു ദിവസം തന്നെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ആ പിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. KGB ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ്. അതുപോലെ ആ ലൈക്ക് ബട്ടൻ്റെ തൊട്ട് അപ്പുറത്തായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ATMൻ്റെ മുന്നിലാണ്. ആദ്യം നമ്മളുടെ KGBയുടെ ATM കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക. ഇനി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആകുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായി കാണുന്ന ഇംഗ്ലീഷ് എന്നതിന് നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ഇംഗ്ലീഷിൽ പ്രസ് ചെയ്തപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ പ്ലീസ് എൻ്റർ യുവർ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് എൻ്റെ ATM കാർഡിൻ്റെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൻ്റെ നേരെ താഴെയായിട്ട് വരുന്ന മെഷീനിൻ്റെ കീപാഡിൽ ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ അടുത്ത സ്ക്രീന് വരുന്നതാണ്. അല്ല സ്ക്രീൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ആവശ്യം വരില്ല. സാധാരണഗതിയിൽ നമ്മൾ പിന്ന് ടൈപ്പ് ചെയ്തതും തന്നെ അടുത്ത സ്ക്രീൻ ഇതുപോലെ വരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുന്ന ആ 4 ഓപ്ഷനുകളിൽ ഏറ്റവും താഴെയായിട്ട് പിൻ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിലാണ് ഇനി നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അതായത് ആ 4 ബട്ടണുകളിൽ ഏറ്റവും താഴെയായിട്ടുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്നല്ല, പകരം നമ്മളൊരു പുതിയ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്നിന് പകരമായിട്ട് പുതിയൊരു 4 അക്ക പിന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പുതിയൊരു പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെ സ്ക്രീനിൽ പ്ലീസ് റീ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിന്നില്ലേ, അത് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മളത് ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിന്ന് തന്നെ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിന്ന് തന്നെ വീണ്ടും തെറ്റിക്കാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ സ്ക്രീനിൽ പ്ലീസ് വെയിറ്റ് യുവർ ട്രാൻസാക്ഷൻ ഈസ് ബീയിങ് പ്രോസസ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു. ഒപ്പം മെഷീനിൻ്റെ റെസിപ്റ്റ് വരുന്ന ഭാഗത്ത് നിന്ന് പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റും വന്നിരിക്കുന്നു. അത് നമുക്കിങ്ങനെ സ്വീകരിക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ യുവർ പിൻ ഈസ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ATM കാർഡിന് നിലവിലുള്ള പിന്ന് മാറ്റി പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ നമ്മൾ പിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് OTP ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.